ഹായ് നമ്മളവിടെ ഹോസ്റ്റലിലെത്തുമ്പോൾ അമ്മയും ശശികല ആൻറ്റിയും അതുപോലെ തന്നെ മക്കളും ഉണ്ടായിരുന്നു കേട്ടോ. ധ്രുവക്കുട്ടിയും തെച്ചൂസും ചിന്തുട്ടനും ഉണ്ടായിരുന്നു കേട്ടോ. ചീനുവിൻ്റെ തൊട്ട് താഴിലാട്ടോ ചിന്തുട്ടൻ. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ടാട്ടോ വന്നത്. കാര്യം നമ്മൾക്ക് വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങണമെങ്കിൽ പിള്ളേരൊക്കെ എന്തായാലും ബഹളം വയ്ക്കും. അപ്പം ഞാൻ ചീനുവിനെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോയപ്പോൾ അമ്മ ഈ പിള്ളേരെയും കൊണ്ടിട്ട് ഹോസ്റ്റലിലേക്കാട്ടോ വന്നത്. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ പർച്ചേസിങ്ങും ഷോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഹോസ്റ്റലിലേക്കാട്ടോ പോയത്. ഹോസ്റ്റലിലേക്ക് പോയിട്ട് അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വന്നത് നമ്മുടെ നെഹ്റു പാർക്കിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മക്കൾക്ക് കളിക്കാനൊക്കെ കുറേ റൈഡുകളൊക്കെ ഉണ്ടല്ലോ വെച്ചിട്ടാണ് വന്നത്. അവർക്കൊരു നരമ്പൊക്കെ ആയിക്കോട്ടെ, രാവിലെ തൊട്ട് വന്നിരിക്കുന്നതല്ലേ. കാരണം വീട്ടിൽ നിന്ന് നമുക്ക് ഈ പിള്ളേരില്ലാണ്ട് ഇറങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി റിസ്ക്കുള്ള കാര്യം കേട്ടോ. അപ്പോൾ അവരെന്തായാലും കൂട്ടേണ്ടി വന്നു. അതാണ് സത്യം പറഞ്ഞുണ്ടായത്. അപ്പോൾ നമ്മൾ പിന്നെ പാർക്കിലൊക്കെ വന്ന് കുറച്ച് നേരം കളിച്ച് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. വൈകുന്നേരം ഒരു ഇരുട്ടാകുമ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. നമ്മളങ്ങനെ പാർക്കിൽ നിന്ന് ഇറങ്ങി ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് നമ്മളവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ടാട്ടോ വന്നത്. ഓട്ടോ വിളിച്ച് നമ്മൾ സ്റ്റാൻഡിലേക്ക് പോവുക ചെയ്തത്, തൃശ്ശൂർ. എന്നിട്ട് അവിടെ നിന്നാണ് ചെയ്ത് നമുക്ക് ബസ് കിട്ടാനും എളുപ്പമാണല്ലോ. അപ്പോൾ നമുക്ക് പിന്നെ പിള്ളേർക്ക് അതൊക്കെ ഭയങ്കര ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. അവർക്ക് അങ്ങനെ ശീലം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ എന്തായാലും.